ഫൈസാസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ലൊരു മഴയൊക്കെ ആയിരുന്നു. നല്ലൊരു മഴയൊക്കെ പെയ്തങ്ങ് പറന്നു. ഇപ്പം ജസ്റ്റ് മഴ പെയ്തങ്ങ് പറന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് മഴ പെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ചിലയിടത്ത് ചക്കയുടെ എന്ന് പറയും, പിന്നെ കുമ്പിളപ്പം എന്ന് പറയും. എടനയിൽ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്നും എടനയപ്പം എന്ന് പറയാറില്ല. പിന്നെ എന്നാ പൂച്ചപ്പം എന്ന് പറയും. അത് ഞങ്ങൾ മാത്രമാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വേറെ ആരെങ്കിലും നീ കാണുന്ന ആരെങ്കിലും പൂച്ചപ്പം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ പൂച്ചപ്പം എന്നായിരുന്നു കേട്ടോ പറയണേ. അപ്പോൾ കുമ്പിളപ്പം, പൂച്ചപ്പം, പിന്നെ എന്നാ ചക്കയുടെ, അങ്ങനെ കുറേ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ചക്കരയായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം നിങ്ങളെയൊക്കെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി വെച്ചേക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ചക്ക കഴിഞ്ഞാലുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഇലയാട്ടോ. ഇതിന് നമ്മുടെ ഇവിടെ പറയുന്നത് ഇടനേല എന്നാട്ടോ പറയണേ. ഈ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇടനേലുണ്ട്. ഇത് ഇവിടെ കാണുമ്പോൾ തൊട്ടടുത്ത് തന്നെ 2 മരമുണ്ട് കേട്ടോ. ഒരെണ്ണം ഒത്തിരി വലുതാണ്, നല്ല പൊക്കമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇല എടുക്കാൻ പറ്റത്തില്ല. തൊട്ടടുത്ത് തന്നെ ചെറുതും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൈയെത്തുന്നിടത്ത് ഇല പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഇടനയിലൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഫ്രഷായിട്ട് പറിച്ചു കൊണ്ടുവന്ന് കുമ്പിളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതേ ഈ നിൽക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ഒരു ചെറിയ മരം കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് അത് ചായച്ച് വേണം. ഇതുണ്ടോ, ഒരു ചെറിയ മരമാണ് കേട്ടോ. പക്ഷേ ഈ കണ്ണയാണ് ഇടന ഇല. അപ്പോൾ എനിക്കത് പറിച്ചെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ചെറുതാണെങ്കിൽ എനിക്കത് ചായച്ച് പറിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി വന്നത് പറിച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഇല പറിച്ചിട്ടുണ്ട്, നല്ല ഫ്രഷ് ഇല കേട്ടോ. പക്ഷേ അതിൽ കുറേ അത് നിൽക്കണതിൽ ചെറിയൊരു കേടുള്ള ഇലകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ഇലകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ നല്ലത് നോക്കി കുറേ ഇല പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുമ്പിളപ്പം അല്ലെങ്കിൽ ചിലയിടത്ത് ചക്കയുടെ എന്ന് പറയും, ചിലയിടത്ത് കുമ്പിളപ്പം എന്ന് പറയും, പിന്നെ ഇവിടെയൊക്കെ പൂച്ചപ്പം എന്നും പറയും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്തെന്നാ പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ ചിരണ്ടി എടുത്തു കേട്ടോ. ഗോതമ്പ് പൊടി ഉപയോഗിച്ചും അതുപോലെ റവ ഉപയോഗിച്ചും ഒക്കെ ചക്കയുടെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവ കേട്ടോ ചക്കയുടെ ഉണ്ടാക്കാനോട്ട് ഉപയോഗിക്കണേ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഗോതമ്പ് പൊടിയല്ല റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആണെങ്കിലും കഴിച്ചോളൂ. അപ്പോൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റവ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ ശരിക്കും കുതിർന്ന് വരുമ്പം കൂടി വരും കേട്ടോ. അപ്പോൾ നമ്മളിടുന്നതിൻ്റെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി ഞാൻ ഈ ചക്ക എന്ന് വെച്ചാൽ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വരട്ടി വെച്ച ചക്ക കേട്ടോ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിൻ്റെ അകത്തുനിന്നും കൂടെ കൂട്ടി നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ വരട്ടിയ സമയത്ത് ഞാൻ തേങ്ങയല്ല ഇതിട്ടായിരുന്നു, ഏലക്കയും അതൊക്കെ ഇട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏലക്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, തേങ്ങ ഇട്ട് കൊടുത്തു. ഏലക്ക പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചക്ക വരട്ടിയ സമയത്ത് ഇത്തിരി ശർക്കരയും ചേർത്തായിരുന്നു, പിന്നെ ഏലക്കയും ചേർത്തായിരുന്നു. അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണില്ല. അതുപോലെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ പൊടിക്ക് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ശർക്കരപ്പാനിക്ക് അത്യാവശ്യം ചൂടുണ്ട്, അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ശർക്കരപ്പാനി ഞാൻ ഇത്തിരി ലൂസായിട്ട് എടുത്തതെന്ന് വെച്ചാൽ വെള്ളം അത്ര കുറച്ച് ചേർത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളമായിട്ട് തന്നെ എടുത്തത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ റവയുടെ ഇതൊന്നും കുതിർന്ന് വന്നിട്ടൊന്നുമില്ല. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളതിപ്പം ഇത്തിരി ചൂടുവെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി ഉപയോഗിച്ചാണെങ്കിലും ഇതുണ്ടാക്കാം കേട്ടോ. നമുക്ക് ഗോതമ്പ് പൊടി, അരിപ്പൊടി അല്ലെങ്കിൽ റവ, ഞാനിപ്പം റവയെ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ നന്നായിട്ട് വറുത്ത അരിപ്പൊടി ഉപയോഗിച്ചും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത്തിരി ലൂസായിട്ട് തന്നെ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ റവ ആയതുകൊണ്ട് ആ വെള്ളം അങ്ങ് കുടിച്ച് അത് വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വറ്റിപ്പോകും. ഇത്തിരി നേരം ഇരിക്കുമ്പോഴത്തേക്ക് റവ ഇങ്ങനെ കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല മയത്തിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ സ്പൂണ് വെച്ച് കുഴച്ചെടുക്കാതെ കൈ വെച്ചും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു ചെറിയൊരു മയത്തിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതനുസരിച്ച് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതങ്ങോട്ട് ഉറച്ച് പോകും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒഴിക്കുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ വെള്ളം നല്ല ലൂസായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് ഇത്തിരി കട്ടിയായിട്ടിരിക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടത്തില്ല. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചക്കാന്ന് വെച്ചാൽ ഞാൻ വരട്ടിയെടുത്ത് തലേദിവസം വരട്ടി വെച്ചിരുന്ന കേട്ടോ. ഇതിന് എത്ര ദിവസം വേണേലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലിരുന്നോളും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം എടുത്ത് ഞാൻ ചക്കയടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു ലൂസിനേക്കാളും ഇത്രയും കൂടെ ഇതായി പോയാലും വെള്ളം കൂടി പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഇടനേല എടുത്ത് ഈ രീതിയിൽ നമ്മൾ അത് കൂട്ടിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോളം നമ്മുടെ കുഴച്ച് വെച്ചേക്കുന്ന മാവ് എടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പുറത്തൂടെ ഇങ്ങനെ കുത്തി അങ്ങ് വയ്ക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇതായി പോവില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മളത് എടുക്കാൻ നേരത്ത് വേവിച്ചെടുക്കാൻ നേരത്തും അത് അതുപോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ. കഴിക്കാൻ നേരത്ത് നമ്മളത് ഇലയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി എനിക്ക് ഇത്രയും ഇല ബാക്കി വന്നു കേട്ടോ. ഈ ഇല ഇനി നമുക്ക് അതിലത്തെ ചില ഇലകൾക്കൊക്കെ കേടുണ്ടായിരുന്നു. ഞാൻ കണ്ടോ ഈ ഇലയൊക്കെ ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ കേടുകളാട്ടോ മിക്ക ഇലകൾക്കും കൂടുതലും. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ ഇല വെച്ച് ഉണ്ടാക്കിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അല്ല പുഴുവൊന്നും അല്ല കേട്ടോ. അതിങ്ങനെ ഇലയ്ക്ക് വേറെ എന്തോ ഇതാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇലകളൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് വെള്ളം തിളച്ച് ആവി പുതിയ വന്നു തുടങ്ങി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ അപ്പമായിട്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാം മുഴുവനുമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒറ്റയടിക്ക് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ട് ഇതായിട്ട് വയ്ക്കാമെന്ന് വെച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് ഒത്തിരി കട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ട് ആവി കയറും, എന്നാലും വേവാൻ താമസമായിരിക്കും. അതുകൊണ്ട് പകുതി വെച്ചിട്ട് ബാക്കി പിന്നെ രണ്ടാമത്തെ ഇതായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ എല്ലാം വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയൊരു അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 20 മിനിറ്റ് 10-15-20 മിനിറ്റിനുള്ളിൽ ആവി കയറി നന്നായിട്ട്, കാരണം നമ്മൾ ചൂടുവെള്ളത്തിലാണല്ലോ കുഴച്ചത്, അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ഇടനേല എല്ലാം എടുത്ത് ഞാൻ ഒരു ഷിമ്മി കവറിൻ്റെ അകത്താക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചകളൊക്കെ ഇരുന്നോളും. ചെറുതായിട്ടൊന്ന് വാടി പോകുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഇടനേലക്കകത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ആ മണം കാരണം ഒരു ഇതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 10-15-20 മിനിറ്റൊക്കെ ആയി. നല്ല സൂപ്പർ സെറ്റായിട്ട് നമ്മുടെ ചക്കയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആവി പറക്കുന്നതല്ല, നമ്മളിതിങ്ങനെ പൊക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി മണം വരും കേട്ടോ. ആ ഇടനേലയുടെ ഇതിൽ കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഇടനേലയുടെ നല്ലൊരു മണം വരും. അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനല്ലായിരുന്നു, അമ്മയായിരുന്നു എടുത്തത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഇടനേല, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഇവിടെ
പൂച്ചയപ്പം എന്ന് പറയും കേട്ടോ. പൂച്ചയപ്പം എന്ന് വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പൂച്ചയപ്പം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുവിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇലക്കകത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പിള്ളേർക്ക് അത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. നല്ല ചൂടാട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഇടനേല വെച്ചിട്ടുള്ള കുമ്പിളപ്പം അല്ലെങ്കിൽ പൂച്ചയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.